ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ധനുശ്രീ! ദത്തന്റെ ഉയർന്ന ശബ്ദം ആ നാല് ചുമരിൽ തട്ടി തനുവിന്റെ കാതിൽ അലയടിച്ചു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും തന്നെ കൊല്ലാൻ പാകത്തിന് അഗ്നി സ്ഫുരിക്കുന്ന കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന ദത്തനെ കണ്ട് അവളൊന്ന് പതറി. എങ്കിലും അവളത് മുഖത്ത് കാണിക്കാതെ അവനെ തുറിച്ചു നോക്കി. നീ ഇപ്പൊ ആരോടെ എതിർത്ത് സംസാരിക്കുന്നറിയോ? അതെന്റെ അമ്മയാ, അത് നീ മറക്കരുത്. അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് ഞാനാരോട് എതിർത്ത് സംസാരിച്ചില്ലല്ലോ. ഒരു കാരണമില്ല എന്നെ മോശക്കാരിയാക്കിയപ്പോ അതിനുള്ള മറുപടി ഞാൻ തിരികെ കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. അവൾ ശാന്തമായ മുഖത്തോടെ തന്നെ അവന് മറുപടി കൊടുത്തു. അങ്ങനെ തോന്നുന്ന പോലെ പറയാൻ ഇത് നിന്റെ തറവാടല്ല. എന്നോട് കാണിക്കുന്ന ഞാൻ ക്ഷമിച്ചു എന്ന് വരും. അതുപോലെ എന്റെ അമ്മയും അച്ഛനും എന്തെങ്കിലും പറയുക അവരോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്താ പൊന്നു മോളെ നീ വിവരറിയും. നിന്നെ ദ്രോഹിച്ച് ഉപദ്രവിച്ചൊക്കെ ഞാനാ. അതുകൊണ്ട് എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കണം, അല്ലാതെ ഇവരോടല്ല കാണിക്കേണ്ടത്. മനസ്സിലായോ? അവനും അവളെ നോക്കി മുറിയ ശബ്ദത്തിൽ പറഞ്ഞു. അവളുടെ ചുണ്ടിന്റെ കോണിൽ ചിരി വിടർന്നു. അതാണ് പോയിന്റ്. തെറ്റ് ചെയ്യുന്നവർ ആരോ അവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. അവന്റെ വാക്കുകൾ അനുകൂലിച്ചുകൊണ്ട് അവൾ ഉറപ്പോടെ പറഞ്ഞു. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. രാജശേഖരന്റെയും ശ്രീദേവിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. എന്നാൽ കാര്യം മനസ്സിലായ രാജേശ്വരിയുടെ മുഖത്ത് മാത്രം ഒരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ ദേവദത്തൻ, തെറ്റ് ചെയ്ത ഒരു ശിക്ഷ അനുഭവിക്കണമെന്ന് നിങ്ങളുടെ തിയറി അനുസരിച്ചിട്ടാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? നിങ്ങളുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? എന്റെ ചിറ്റ ചെയ്തു എന്ന് പറയുന്ന തെറ്റിന്റെ പേരിൽ എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് അതിനുള്ള അവകാശം എന്താണ്? മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് തന്നെ നോക്കി ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുന്നവളുടെ കണ്ണുകൾ തെളിഞ്ഞു കാണുന്ന അഗ്നിയിൽ ഒരു നിമിഷം അവൻ പതറിപ്പോയി. ഒരിക്കലും അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം തന്റെ അമ്മ അവളോട് അത്രയും മോശമായി സംസാരിച്ചത് തന്നെയാണ് അവൾ സായിയായിട്ട് തിരിച്ചു പറഞ്ഞു. എന്നാൽ തന്റെ അമ്മയെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ടോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ പ്രതികരിച്ച്. അതിനവൾ തനിക്കിട്ട് തന്നെ പണിയൊന്നും കരുതിയില്ല. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക, ആ ഒരു പ്രയോഗമാണ് ആ സാഹചര്യത്തിൽ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവൻ മറുപടിയില്ലാതെ നിൽക്കുന്ന കണ്ടതും അവളുടെ ചുണ്ടിൽ പുച്ഛച്ചിരി തെളിഞ്ഞു. എന്താ ദത്തൻ സാറിന് മറുപടിയൊന്നുമില്ലേ? അവൾ പുച്ഛത്തോടെ ചോദിച്ചും അവന് തലകുനിഞ്ഞു. അങ്ങനെ അവൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ്. മകനെ കുറ്റപ്പെടുത്തിയത് സഹിക്കാനാവാതെ ശ്രീദേവി അവളുടെ നേരെ ചീറി. ആഹാ, അത് കൊള്ളാലോ. അതിന് മാത്രം എന്ത് കൊള്ളരുതായ്മയാ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തിനോടൊക്കെ ചെയ്ത്, അതുകൂടി ഒന്ന് പറഞ്ഞു തരണേ. ശ്രീദേവി പറഞ്ഞു കേട്ട് അവൾ അവരുടെ നേരെ തിരിഞ്ഞൊന്നുകൊണ്ട് ചോദിച്ചു. സത്യത്തിൽ അതിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാര്യം തന്നെ മകൻ അവളോട് ചെയ്ത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പോലും മറ്റൊരാൾ അവനെ കുറ്റപ്പെടുന്നവർക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. കാക്കക്കും താൻ കുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയും പോലെയായിരുന്നു അവരുടെ അപ്പോഴത്തെ പെരുമാറ്റം. അവരാ നിമിഷം ഒന്നും മിണ്ടാതെ അവളെ രൂക്ഷമായി നോക്കിയതേയുള്ളൂ. എന്തേ നിങ്ങൾക്ക് ഉത്തരം മുട്ടിയോ? അവൾ വിടാൻ പാമില്ലാത്ത പോലെ വീണ്ടും ചോദിച്ചു. ആ നിമിഷം അവളുടെ കണ്ണിൽ തെളിഞ്ഞെന്ന പരിഹാസം അവരെ വീണ്ടും ചൊടിപ്പിച്ചു. എടി നീ ഇത് എന്ത് കണ്ടിട്ടായിട്ട് ഇവിടെ കിടന്ന് തുള്ളുന്നേ? അതിന് മാത്രം നീ ആരാടി? എന്റെ മകൻ വിലക്ക് വാങ്ങിയൊരു വസ്തു മാത്രമാ നീ. അഷ്ടിക ഗതിയില്ലാത്തയിടത്തൊന്നും വലിഞ്ഞേറി വന്നിട്ട് 4 നേരം തിന്നാനും കുടിക്കാനും കിട്ടി ശരീരം ഒന്നും പുഷ്ടിപ്പെട്ടപ്പോ അവള് ഞങ്ങളുടെ നേരെ ഒന്ന് ചെരക്കുന്നു. അമ്മേ ഏർത്തി! അവരുടെ നാവിൽ നിന്ന് വീണ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളിൽ തറഞ്ഞിരിക്കായിരുന്നു ദത്തനും രാജേശ്വരിയും അവരെ നോക്കി ദയനീയമായി വിളിച്ചു. സത്യത്തിൽ തനുവിനുള്ള ദേഷ്യം കാരണം അവരെന്താണ് വിളിച്ചു പറഞ്ഞെന്ന് അവർക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാണ് അവർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടായത് പോലും. ഏർത്തി ഇപ്പൊ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ? ഏർത്തിയുടെ മകളാവാനുള്ള പ്രായം ഇവൾക്കുള്ളൂ. ഇവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഏർത്തിക്ക് എങ്ങനെ തോന്നി? രാജേശ്വരി ദേഷ്യത്തോടെ ചോദിച്ചു. ശ്രീദേവരൻ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു. തനുവിന്റെ മനസ്സാകെ നീറിപ്പോഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും തന്റെ ആത്മാഭിമാനത്തെ ചവിട്ടിയരക്കുന്ന അവരോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവരെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ അവരുടെ അരികിലേക്ക് ചെന്ന് നിന്നു. നിങ്ങൾ പറഞ്ഞ രീതിയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു മറുപടി എന്നില്ലെങ്കിൽ ഞാനൊരു ആത്മാഭിമാനമുള്ള പെണ്ണല്ലാതായി മാറും. അവൾ തീ പാർന്ന കണ്ണുകളോട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തനു വേണ്ട. ദത്തൻ അവളോട് എന്തോ പറയാൻ തുടങ്ങിയതും അതിന് രൂക്ഷമായിരുന്ന ഓട്ടമായിരുന്നു അവളുടെ മറുപടി. ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും ഈ നിൽക്കുന്ന അപ്പച്ചി വളർത്തിയിട്ടും ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരം കൃത്യമായി കിട്ടി. അത് എത്രയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിച്ചാലും അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കാരം ഒരു അല്പമെങ്കിലും മക്കളിൽ ഒളിഞ്ഞു കിടക്കും. നിങ്ങളുടെ ഈ വൃത്തികെട്ട ചിന്താഗതി കൊണ്ട് മാത്രമായിരിക്കും നിങ്ങളുടെ മകൻ ഇത്രയും അത്തപ്പതിച്ചു പോയത്, പെണ്ണിനെ ബഹുമാനിക്കാൻ പോലും കഴിയാതെ പോയത്. മുറുകിയ ശബ്ദത്തിൽ വർദ്ധിച്ച പകയോടെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി പറഞ്ഞു. എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു അവർ 4 പേരും. എടി നീ ദേവി! ആൾ പറഞ്ഞു കേട്ട് ശ്രീദേവി ദേഷ്യത്തോടെ ആൾ തല്ലാനായി കൈപൊക്കിയതും അതുവരെ മിണ്ടാകുന്ന രാജശേഖരന്റെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു. എല്ലാവരും ഞെട്ടലോടെ അയാൾ തിരിഞ്ഞു നോക്കി. മതി ദേവി, ഇനി നീ ഒരക്ഷരം പോലും മിണ്ടരുത്, അയാൾ അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ! അമ്മയോട് ദേഷ്യപ്പെടുന്ന കണ്ട് ദത്തനെ അയാളെ വിളിച്ചു. എന്നാൽ അതിന് മറുപടിയായി അയാളുടെ രൂക്ഷ നോട്ടമാണ് അവന് തിരികെ കിട്ടിയത്. നാളിന്ന് വരെ ഈ നാട്ടിലുള്ള ഒരാൾ പോലും എന്നെയോ ഈ കുടുംബത്തിലുള്ളവരെയോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല.
ഞങ്ങളുടെ സ്വഭാവത്തെയോ സംസ്കാരത്തെയോ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ കാരണം അത് സംഭവിച്ചിരിക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദി നീ ഒറ്റ ഒരുത്തനാ ദത്ത. ദത്തന്റെ കോൾ പിടിച്ചു വിളിച്ചുകൊണ്ട് രാജശേഖരൻ അവന്റെ നേരെ ചീറി. രാജശേഖരന് ദേഷ്യത്തോടുള്ള വാക്കുകൾ എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ദത്തനൊന്നും പറയാനാവാൻ തലകുനിച്ച് നിന്നു. രാജേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇത് നമ്മുടെ മകനാ. അതുകൊണ്ട് ഇവൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നമ്മളും കൂട്ടുനിൽക്കണം. ഇവൻ ചെയ്യുന്നൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്ന് നീ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? ശ്രീദേവി പറഞ്ഞിട്ട് രാജശേഖരൻ ദേഷ്യത്തോടെ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഞാൻ നമ്മുടെ മോനല്ലേ രാജേട്ടാ. രാജശേഖരൻ പറഞ്ഞിട്ട് ശ്രീദേവി ദയനീയമായി അയാളെ നോക്കി. അയാൾ ശ്രീദേവിയെ പാടെ അവഗണിച്ചുകൊണ്ട് വീണ്ടും ദത്തന്റെ അരികിലേക്ക് ചെന്നു. ദത്ത, നീ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ഇനി ഒരാളുടെ നാവിൽ നിന്നും മനക്കൽ തറവാടിനെയോ ഇവിടുത്തെ അംഗങ്ങളെ പറ്റിയോ മോശമായിട്ട് ഒരഭിപ്രായവും വരാൻ പാടില്ല. അതിനി നിന്റെ ഉത്തരവാദിത്വമാ. ദത്തനെ നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ ശേഷം തനുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. തൊട്ടു പിന്നാലെ തന്നെ തനുവിനെ ഒന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് ദത്തനും പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി എങ്ങോട്ടോ പോയി. എനിക്കിപ്പോ തൃപ്തിയായില്ലോടി. എത്ര സമാധാനത്തിൽ കഴിഞ്ഞ കുടുംബം ഞങ്ങളുടേത്. ഇവൾ എന്നിവിടേക്ക് കാലുകുത്തിയോ അന്ന് തൊട്ട് ഞങ്ങളുടെ കുടുംബം തന്നെ നശിച്ചു. ആര് പോയി കഴിഞ്ഞതും ഉള്ളിൽ കെട്ടിക്കിടന്ന ദേഷ്യം മുഴുവൻ ശ്രീദേവി തനുവിന്റെ മേൽ വർഷിച്ചു. ഒന്ന് നിർത്തി ഏർത്തി വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട. ഇവിടെ ഇപ്പൊ ആരാണ് തെറ്റിയതെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും ഏർത്തി വെറുതെ ഇവിടെ പഴി പറയാൻ നിൽക്കണ്ട. ആർ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ രാജേശ്വരി തനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ബാക്കി കൂടി അനുഭവിച്ചു കഴിയുമ്പോ എല്ലാവർക്കും സമാധാനമായിക്കോളും. തനുവിനെ അവജ്ഞതയോടെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ ശേഷം ശ്രീദേവി വെട്ടിത്തിരുന്ന് എന്റെ മുറിയിലേക്ക് നടന്നു. അപ്പച്ചി, ഞാൻ അവരെല്ലാവരും പോയി കഴിഞ്ഞു. തനു ദയനീയമായി അപ്പച്ചയെ നോക്കി. മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. രാജേശ്വരി അവൾക്ക് ധൈര്യം പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. വിഷ്ണുവിന്റെ ഉറക്കെയുള്ള ചിരികേട്ട് സഹിക്ക വയ്യാതെ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചിരിക്കുകയാണ് ദത്തൻ. വീട്ടിൽ നിന്നിറങ്ങി നേരം വിഷ്ണുവിന്റെ അരികിലേക്കാണ് വന്നു കയറി ഉടൻ തന്നെ വീട്ടിൽ നടന്ന സംഭാഷണങ്ങൾ അത്രയും അവൻ വിഷ്ണുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട സമയം മുതൽ അവൻ തുടങ്ങിയതാണ് ഈ അളിഞ്ഞ ചിരി. എന്നാൽ എന്റെ ദത്ത, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും നിന്റെ മാവ് പൂക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ചിരിയൊന്നടങ്ങിയതും അവൻ ദത്തിന് നോക്കി ഒരു കളിയാക്കലോടെ പറഞ്ഞു. ഇവനെ ഇന്ന് ഞാൻ. അവൻ വിഷ്ണുവിനെ നോക്കി ദേഷ്യത്തോടെ പല്ലിയടിച്ചു. നീ എന്നെ നോക്കി പല്ലിയടിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നിന്റെ കഞ്ഞിൽ മണ്ണ് മാറിയിട്ട് നിന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ? വിഷ്ണു പറഞ്ഞു കേട്ട് അവനൊന്നും മിണ്ടാതെ പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗ് എടുത്ത് കത്തിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നടന്നു. അവന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ യാത്രയിൽ തനുവായിട്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കണമെന്ന് കരുതിയിരുന്നതാണ്. ഒരു നിമിഷം കൊണ്ടെല്ലാം പൊളിഞ്ഞു. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ചൊരു പഫ് എടുത്തു. അവന്റെ പിന്നാലെ തന്നെ വിഷ്ണുവും ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്നിരുന്നു. വിഷ്ണു അവന്റെ തോൾ കൈവച്ചുകൊണ്ട് അവനെ വിളിച്ചതും അവന്റെ മുഖത്തേക്ക് നോക്കാതെ ദത്തനൊന്ന് മൂളി. നിന്നോട് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി ചോദിക്കുന്നു. എനിക്കിപ്പോ അവളോടുള്ള വികാരം എന്താണ് ദത്ത? പ്രതികാരാണെന്ന് പറയാൻ നിൽക്കണ്ട. അത് അങ്ങനെയല്ലെന്ന് നിന്റെ കണ്ണുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നീ കൃത്യമായൊരു മറുപടി പറഞ്ഞേ പറ്റൂ. വിഷ്ണുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാനാവാതെ അവൻ ദൂരേക്ക് നോക്കി നിന്നു. പറയൂ ദത്ത, നിനക്കിപ്പോ അവളോട് പ്രണയം തന്നെയല്ലേ? അവൻ വീണ്ടും ആകാംക്ഷയോടെ ചോദിച്ചു. ദത്തനൊന്ന് പുഞ്ചിരിച്ചു. നിന്റെ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ല വിഷ്ണു. നീ പറയുന്ന പോലെ എനിക്ക് അവളോട് പ്രണയമാണെന്ന് പറയാൻ തോന്നിയാൽ ആ നിമിഷം മനസ്സിലേക്ക് വരുന്നത് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് കണ്ണുനീരോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എന്റെ കുഞ്ഞമ്മാവന്റെ നേരിയ ഓർമ്മ മാത്രമാണ്. അതുപോലെ കുഞ്ഞമ്മാവനെ പ്രണയിച്ചു പോയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇനിയൊരു ജീവിതം വേണ്ടും ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇപ്പോഴും വിവാഹം കഴിക്കാതെ മനക്കിൽ തറവാണ്ട അകത്തളത്തിൽ കഴിയുന്ന എന്റെ അപ്പച്ചിയുടെ മുഖം. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഒരുപോലെ തകരാൻ കാരണക്കാരിയായ രേവതി എന്ന സ്ത്രീയുടെ സീമന്തപുത്രിയായ തനുശ്രീയോട് എനിക്ക് പ്രണയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും വിഷ്ണു? അവൻ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിസ്സഹായതയോടെ പറഞ്ഞ് അവനൊന്ന് പുഞ്ചിരിച്ചു. അവന്റെ അവസ്ഥ വിഷ്ണുവിന് നന്നായിട്ട് മനസ്സിലായിരുന്നു. തനുശ്രീ എന്ന പെണ്ണിനോട് ദത്തന് പ്രണയമാണെങ്കിലും രേവതി എന്ന സ്ത്രീയുടെ ചെയ്തികളിൽ അത് മറച്ചു പിടിക്കേണ്ടി വരുന്ന അവസ്ഥ. അവനൊന്നും മിണ്ടാതെ ദത്തിന്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, നീ സത്യസന്ധമായിട്ട് മറുപടി അറിയോ? അല്പസമയത്തിന് ശേഷം അവർക്കിടയിൽ നിലനിന്നിരുന്ന നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് വിഷ്ണു അവനോടായി ചോദിച്ചു. എന്താണെന്ന മട്ടിൽ വിഷ്ണുവിനെ നോക്കി പുരികമുയർത്തി. സത്യത്തിൽ നിന്റെ മനസ്സിൽ ആദ്യം അവളിലൂടെ ഒരു കുഞ്ഞു വേണമെന്നൊരു ചിന്ത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നീ സറോഗസി എന്നൊരു ഓപ്ഷനായിരുന്നു ആദ്യം തിരഞ്ഞെടുത്ത്. അതിന് ഞാൻ സാക്ഷിയുമാണ്. പിന്നെന്തിനായിരുന്നു നീ അവളെ ക്ഷേത്രത്തിൽ വെച്ച് താലിയെട്ടിയതും ഫിസിക്കലി യൂസ് ചെയ്തും? അതുമാത്രമല്ല, അന്ന് ഞാൻ നിന്റെ വിവാഹം കഴിഞ്ഞ ദിവസം മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ നീ കഴിഞ്ഞ മാസം നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് ദത്ത? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ദത്തൻ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ മുഖം കുനിച്ചു. പറയണ, നീ എന്തിനാണെന്ന് സരോഗസി എന്ന ഓപ്ഷൻ മാറ്റി ചിന്തിച്ച്? അത് അവൻ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം മൗനമായി നിന്നു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദൂരേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി. നീ പറഞ്ഞത് ശരിയാണ് വിഷ്ണു.
അവളിലൂടെ ഒരു കുഞ്ഞിനെ വേണം തീരുമാനിച്ച നിമിഷം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന സരോഗസി എന്ന ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ അതിന് മാറ്റം സംഭവിച്ച് അവൾ ആദ്യം കണ്ട നിമിഷമാണ്. അവൻ പറഞ്ഞു മനസ്സിലാവാതെ വിഷ്ണു അവനെ സംശയത്തോടെ നോക്കിയതും അതിനുള്ള മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഒരു ദിവസം അതിരാവിലെ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടി എന്നെ തറയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ കൺമുമ്പിലൂടെ കുഞ്ഞമ്മാവൻ ആ പടിയിറങ്ങിപ്പോയത്. അന്നത്തെ ആ പ്രായത്തിൽ അത് എന്തിനായിരുന്നെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കുഞ്ഞിലെ മുതൽ എന്നെ എടുത്തുകൊണ്ട് നടക്കുകയും എന്റെ കൂടെ എന്തിനേതിനും കൂട്ടുണ്ടായിരുന്ന അമ്മാവന്റെ തിരോധാനം എന്നെ വല്ലാതെ ഉലച്ചിരുന്നു. പക്ഷെ അതിന്റെ കാരണം മാത്രം അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ വലുതായി വരുന്തോറും അതിന്റെ കാരണങ്ങൾ ഓരോരുത്തരെയും നാവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. ഒടുവിൽ എന്റെ 15ാമത്തെ വയസ്സിൽ മകനെ ഓർത്ത് തളർന്നു കിടപ്പിലായ മുത്തശ്ശന്റെ മരണസമയത്താണ് അമ്മ സത്യങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ കാര്യസ്ഥനായിരുന്ന ദിവാകരൻ എന്ന മനുഷ്യന്റെ മകൾ രേവതി എന്ന സ്ത്രീ കാരണമാണ് കുഞ്ഞമ്മാവൻ പുറപ്പെട്ടു പോയതെന്ന്. അതിന്റെ കൂടെ അപ്പച്ചിയുടെ കഥയും കേട്ടപ്പോൾ അവരോട് വല്ലാത്ത ദേഷ്യവും പകയും തോന്നി. അവരെന്റെ കുഞ്ഞമ്മാവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അപ്പച്ചിയോടത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എത്ര സന്തോഷകരമായിരുന്നെന്ന് ഓർക്കുന്തോറും അവരോടുള്ള പക ഇരട്ടിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒരു 10ാം ക്ലാസ്സുകാരനായ 15-കാരന് ആ നിമിഷമൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ ഞാൻ അടങ്ങിയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അവരോടുള്ള പക മുഴുവൻ മനസ്സിൽ കൂട്ടിവെച്ച് അവരെങ്ങനെയും തകർക്കണമെന്ന ചിന്ത മാത്രം മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. അതിനുവേണ്ട വഴികൾ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ട പുത്രിയായ തനുശ്രീയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് അവളിലൂടെ അവരെ തകർക്കാൻ തീരുമാനിക്കുന്നത്. അതിനുവേണ്ട മാർഗവും കണ്ടെത്തി. ഒരിക്കലും അവരില്ലാതായി കളഞ്ഞ എന്റെ കുഞ്ഞമ്മാവന്റെ കുഞ്ഞിന് പകരമായി എന്റെ ചോര അവളുടെ ഉദരത്തിലൂടെ പിറവിയെടുക്കണം. അത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് കരുതി അതിനുവേണ്ടി സരോഗസി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. നമ്മുടെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ വിനു ശ്രേയും അതിനുവേണ്ടിയുള്ള ഫോർമാലിറ്റീസൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ എങ്ങനെയും തനുശ്രീയെ കണ്ട് കാര്യം അവതരിപ്പിച്ച് അവളുടെ സമ്മതം വാങ്ങണം. അതിനുവേണ്ടിയാ അന്ന് സിദ്ധാർത്ഥിന്റെ ടെക്സ്റ്റൈൽസിൽ പോയത്. അന്നാണ് ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്നത്. അവന്റെ മനസ്സ് അന്നത്തെ ആ ദിവസത്തിലേക്ക് പോയി. തനുവിനെ ആദ്യമായി കണ്ട ആ ദിവസത്തിലേക്ക്. സിദ്ധാർത്ഥിനെ കാണാനുള്ള അനുവാദം വാങ്ങി മുകളിലത്തെ നിലയിൽ അവന്റെ ക്യാബിലേക്ക് പോകാനായി ലിഫ്റ്റിനടുത്തേക്ക് ചെന്നപ്പോഴാണ് അത് കംപ്ലൈന്റ് ആണെന്ന് ദത്തൻ അറിയുന്നത്. അങ്ങനെയാണ് സ്റ്റെപ്പ് വഴി അവൻ മുകളിലേക്ക് കയറുന്നത്. 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയപ്പോഴാണ് മുകളിൽ നിന്നൊരു പെൺകുട്ടി താഴേക്ക് ഓടി വരുന്നതും കാലിടറി അവൾ നിലത്തേക്ക് വീഴാൻ പോകുന്ന അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ നിമിഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവളെ കൈകളിൽ താങ്ങുമ്പോൾ അവളുടെ ആ കുഞ്ഞു മുഖം അവന്റെ കണ്ണിൽ പതിച്ചു. ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം മറന്നുപോലെ വല്ലാത്തൊരാകർഷണം ആ നിമിഷം അവൻ അവളോട് തോന്നി. ഒരു നിമിഷം അവളെ കണ്ണെടുക്കാതെ നോക്കി അവൻ നിന്നുപോയി. പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് മാറി നിന്നപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് വന്നത്. അവളെ നോക്കി നിന്ന ചമ്മൽ മറക്കാൻ വേണ്ടിയാണ് അവൻ അവളെ ചീത്ത പറഞ്ഞത്. തലകുനിച്ച് നിൽക്കുന്ന അവളെ നോക്കി ആക്രോശിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന ചിന്ത മനസ്സിൽ തെളിഞ്ഞതും അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. പകരം മുഖത്ത് ഗൗരവം നിറഞ്ഞു. പടികൾ കയറി ചെന്ന് ദത്തൻ നേരെ സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് കയറി. ആ നീ വരാന്നോട്ട് എന്താണ് ഇത്രയും ലേറ്റ് ആയത്? ദത്തനകത്തേക്ക് കയറിയത് സിദ്ധാർത്ഥ അവനോടായി ചോദിച്ചു. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നടാ, ട്രാഫിക്കിൽ വിട്ടുപോയി. അവൻ പറഞ്ഞുകൊണ്ട് മുന്നിൽ കിടന്നിരുന്ന ചെയറിലേക്ക് ഇരുന്നു. നീ എന്താ കാണുന്നു പറഞ്ഞു? എനിത്തിങ് സീരിയസ്? യെസ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് നോട്ടെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. തനുശ്രീ, ഇത് ഇവിടെ വരയ്ക്കുന്ന കുട്ടിയല്ലേ? ഈ കുട്ടിയെ നിനക്കേനറിയാം? അത് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ കുറുകി. പറയാം. അതും പറഞ്ഞുകൊണ്ട് അവന് ദീർഘശ്വാസം എടുത്ത ശേഷം അവന്റെ മനസ്സിലുള്ള ആവശ്യം സിദ്ധാർത്ഥിനോട് പറഞ്ഞു. വാട്ട്? നീ എന്തൊക്കെയാ തത്തീ പറയുന്നത്? അവള് നിന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നോ? നിന്റെ ഈ ഒരു ആവശ്യം അവൾ സമ്മതിച്ചിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കും. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. അവൻ കുടിലതയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ അവനെ രൂക്ഷമായി നോക്കി. അതിന് മാത്രം അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്റെ അറിവിൽ അവളൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. അത്രക്കും പാവനടത്. നീ വെറുതെ അതിനെ ദ്രോഹിക്കാൻ നിൽക്കരുത്. ജോലി കയറിയ നാൾ മുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ആരോടും ഒരു വഴക്കിനൊന്നും പോവാതെ കസ്റ്റമറോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന തനുവിന്റെ മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് സിദ്ധാർത്ഥ പറഞ്ഞു. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം, നല്ലവളുമായിരിക്കാം. പക്ഷെ അവളുടെ കുടുംബത്തിനോട് ചെയ്ത തെറ്റിന്റെ ഫലം അവളും അനുഭവിക്കണം. അതിന് എനിക്ക് അവൾ വേണം സിദ്ധാർത്ഥ്. അവളിലൂടെ മാത്രമേ എനിക്കതിന് സാധിക്കൂ. അതിന് മാത്രം അവളുടെ കുടുംബം നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അതൊക്കെ ഞാൻ സമയം പോലെ നിന്നെ അറിയിക്കാം. ഇപ്പൊ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക. എനിക്ക് അവളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്ത. പിന്നെ നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഇതിലൂടെ അവളുടെ ജീവിതം അങ്ങ് നശിച്ചു പോകുന്നത്. സരോഗസി ഇപ്പൊ കോമണാ. കുഞ്ഞുങ്ങളുണ്ടാകാതെ മിക്കവാറും ദമ്പതികൾ ഇപ്പോൾ സരോഗസിയാണ് ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല സരോഗേറ്റ് ആവുന്ന പെൺകുട്ടികളും ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ബോധേടാവാറില്ല. ഒരു നോർമൽ കാര്യം പോലും ചെയ്തിട്ട് പോകാനാണ് പതിവ്. ആലിസഭാഗത്തോട് ദത്തം പറഞ്ഞു കഴിഞ്ഞതും സിദ്ധാർത്ഥവനെ പകപ്പോടെ നോക്കിയിരുന്നു. നീ എന്താ അബദ്ധമായി പറയും ദത്ത? തനുശ്രീ അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയാ. സറോഗേറ്റ് ആണെങ്കിൽ പോലും അതൊരു നോർമൽ ഡെലിവറി തന്നെയായിരിക്കും. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന അമ്മയാവുമ്പോൾ ഈ സമൂഹത്തിൽ അവൾക്കുണ്ടാകുന്ന അപമാനം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് അറിയില്ല ദത്ത. പിന്നീട് അവൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവുമോ? നാട്ടുകാരെല്ലാവരും അവളെപ്പറ്റി മോശം അഭിപ്രായം പറയില്ലേ? സിദ്ധാർത്ഥ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെങ്ങോട്ടും നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ ദത്ത?
താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെങ്ങോട്ടോ നോക്കിയിരിക്കുന്ന അവന്റെ അലസഭാവം കണ്ടതും സിദ്ധാർത്ഥിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ട് സിദ്ധു, നീ പറയുന്നത് മാത്രമല്ല, നീ ഇപ്പൊ പറഞ്ഞ ഡയലോഗുകളെല്ലാം എന്റെ ഈ തീരുമാനം അറിഞ്ഞപ്പോ വിഷ്ണുവും പറഞ്ഞതാ. ബട്ട് നിങ്ങളോട് രണ്ടുപേരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഐ ഡോണ്ട് കെയർ. എന്തു വന്നാലും എന്റെ ഈ തീരുമാനത്തിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. മനക്കിലെ ദേവദത്തന്റെ കുഞ്ഞ് തനുശ്രീയുടെ ഉദരത്തിൽ പിറവെടുക്കണമെന്ന് എന്റെ തീരുമാനമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ക്രൂര തെളിഞ്ഞിരുന്നു. ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് മനസ്സിലായതും സിദ്ധാർത്ഥ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെയറിന്റെ ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നു. നിന്റെ തീരുമാനമാണെങ്കിൽ ഇനി ഞാൻ നിന്നോടൊന്നും പറയാൻ നിൽക്കുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. പിന്നെ നിനക്ക് ആ പെൺകുട്ടിയെ കാണണ്ടേ? ഇതാണ് ആ കുട്ടി. അതും പറഞ്ഞുകൊണ്ട് അവൻ എന്റെ മുന്നിലായി തുറന്നു വെച്ചിരുന്ന ലാപ്പ് അവന്റെ നിനക്ക് തിരിച്ചു. അതിലേക്കൊന്ന് നോക്കി ദത്തന്റെ കണ്ണുകൾ ചുരുങ്ങി. പതിയെ അവിടെ ഒരു ഞെട്ടലുളവായി. ഇത് അവൻ അതിലേക്ക് ചൂണ്ടി പതർച്ചയോടെ ചോദിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.